ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻകോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാങ്കോ പ്രോജക്റ്റിന്റെ സെക്ഷൻ ആണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജാങ്കോ പ്രോജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു, ബ്ലോക്ക് പ്രോജക്റ്റിനെ പറ്റി. സോ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിന്റെ മോഡൽസ് ആണ്. ഓക്കെ, സോ നമ്മളൊരു ജാങ്കോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് റിക്വയർമെന്റ്സ് ആണ്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ പ്രോജക്റ്റിന് എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ ഒരു ബ്ലോക്ക് പ്രോജക്റ്റ് ആണ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് പ്രോജക്റ്റിനകത്ത് നമുക്ക് ഇവിടെ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബ്ലോഗ് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ബ്ലോഗ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടത് അതിന്റെ ടൈറ്റിലും ടെക്സ്റ്റും പിന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യണം. ഓക്കെ, സോ പബ്ലിഷ് ചെയ്ത പോസ്റ്റിനകത്ത് അതിന്റെ കറസ്പോണ്ടിങ് നമുക്ക് കമന്റ്സ്, അതായത് യൂസർ കമന്റ്സ് ആഡ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ വേണ്ടത്. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ജാങ്കോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ മോഡൽസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഈ പ്രോജക്റ്റിനകത്ത് മൈ സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ എന്ന് പറഞ്ഞാൽ മെയിൻ പ്രോജക്റ്റ് ഫോൾഡർ സ്ട്രക്ചർ ആണ്. ഓക്കെ, സോ ബ്ലോഗ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ജാങ്കോ ആപ്ലിക്കേഷൻ ആണ് ഇതിൽ ബ്ലോഗ് എന്ന് പറഞ്ഞ നെയിം. അതിനകത്ത് നമ്മൾ മോഡൽസ് ഡോട്ട് പൈ ഫയലിനകത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ക്ലാസ് ആണ് ഉള്ളത്. സോ ഈ മോഡൽസിനകത്ത് നമ്മൾ കൂടുതലും ക്ലാസ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ മോഡൽസിനകത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് 3 ലൈബ്രറിയാണ്. ഒന്ന് റിവേഴ്സ്, ടൈം സോൺ, മോഡൽസ്. സോ ഓക്കെ, സോ പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കമന്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ പോസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ ടൈറ്റിൽ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, നമുക്ക് പബ്ലിഷ് ചെയ്യണം. ഓക്കെ, സോ അതാണ് നമ്മൾ പോസ്റ്റ് എന്ന ക്ലാസ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് ഓതർ. ഓക്കെ, സോ ഓതർ എന്ന് പറയുന്നത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഓതറാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണ് അതിന്റെ യൂസർ. സോ ഇതിന്റെ ഫോറിൻ കീ എന്ന് പറയുന്നത് ഇതിന്റെ യൂസർ ആണ്, ഓതന്റിക്കേഷന്റെ യൂസർ ആണ് ഇതിലെ ഓത്തർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വേണ്ടത് ടൈറ്റിലാണ്. സോ ടൈറ്റിലിനകത്ത് ചാർ ഫീൽഡ് ആണ്. അതായത് നമ്മുടെ ഈ test3 എന്ന് പറയുന്നത് ടൈറ്റിലാണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ ടെക്സ്റ്റ്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊരു സാമ്പിൾ ടെക്സ്റ്റ്, ഇതാണ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ക്രിയേറ്റഡ് ഡേറ്റ്. ഓക്കെ, ഇവിടെ ക്രിയേറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ് ടൈം ഫീൽഡ് ആണ് മോഡലിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡേറ്റ് ടൈം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് ടൈം സോൺ ഡോട്ട് നൗ. ഈ ടൈം സോൺ ഡോട്ട് നൗ എന്ന് പറഞ്ഞാൽ ടൈം സോണിന്റെ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ UTC ആണ്. ഓക്കെ, അത് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാല് നമ്മൾ മൈ സൈറ്റിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് ഡോട്ട് പൈ ഫയൽ. ഓക്കെ, സെറ്റിംഗ്സ് ഡോട്ട് പൈ ഫയലിനകത്ത് ടൈം അണ്ടർസ്കോർ സോൺ എന്ന് പറയുന്നത്. സോ ഇവിടെ ടൈം അണ്ടർസ്കോർ സോൺ എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് UTC ആണ്. സോ അതുകൊണ്ട് ഇവിടെ ടൈം സോൺ ഡോട്ട് നൗ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ടൈം സോൺ വരുന്നത് UTC ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ UTC മാറ്റി വേറെ ടൈം സോണിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്രിയേറ്റഡ് ഡേറ്റ്, പിന്നെ അടുത്തത് പബ്ലിഷ് ഡേറ്റും, അതും ഡേറ്റ് ടൈം ഫീൽഡ് തന്നെയാണ്. സോ ക്രിയേറ്റഡ് ഡേറ്റും പബ്ലിഷ് ഡേറ്റും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചോ, നമ്മൾ പോസ്റ്റ് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നേരെ ഡ്രാഫ്റ്റിലേക്കാണ് പോകുന്നത്. സോ ഡ്രാഫ്റ്റിലേക്ക് പോകുമ്പോൾ അത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്ത ടൈം ഡേറ്റ്, ആ ക്രിയേറ്റഡ് ഡേറ്റ് ആണ് ഡ്രാഫ്റ്റ്സിനകത്ത് വരുന്നത്. പബ്ലിഷ് ഡേറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമല്ലോ. സോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് വരെ നമുക്കൊരു കിട്ടും. അപ്പൊ ഈ പബ്ലിഷിനകത്ത് ഇനി അടുത്ത നമുക്ക് പബ്ലിഷിന്റെ ഒരു ഫംഗ്ഷൻ വേണം. സോ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് സെൽഫ് ഡോട്ട് പബ്ലിഷ്ഡ് ഡേറ്റ് എന്ന് പറയുന്നത് ടൈം സോൺ ഡോട്ട് നൗ. അതായത് നമ്മൾ ഡീഫോൾട്ട് ടൈം സോൺ എടുത്താണ്, അതായത് UTC ആയിരിക്കും സേവ് ചെയ്യുന്നത്. അത് സെൽഫ് ഡോട്ട് സേവ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി അടുത്ത അപ്രൂവ് കമന്റ്സ് ഉണ്ട്. അപ്രൂവ് അണ്ടർസ്കോർ കമന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിഷ് ചെയ്ത പോസ്റ്റ്. പബ്ലിഷ് ചെയ്ത പോസ്റ്റിനകത്ത് നമുക്ക് കുറെ കമന്റ്സ് കാണുമല്ലോ. ആ കമന്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള കമന്റ്സ്, അതിനകത്ത് ഡിലീറ്റ് ഉണ്ട്,
സേവ് ഉണ്ട്. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആഡ് കമന്റ്. ഇപ്പൊ ഞാനിപ്പോ ഒരു പോസ്റ്റ് കമന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ഉണ്ട്, അപ്രൂവ് ഉണ്ട്. സോ ഇവിടെ അപ്രൂവ് കൊടുത്താൽ ഈ പോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്രൂവ്ഡ് കമന്റ്സ് ആയിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആയിരിക്കും. അതാണ് അപ്രൂവ് കമന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗെറ്റ് ആബ്സല്യൂട്ട് URL. അതായത് നമ്മൾ ഇപ്പൊ ഒരു പോസ്റ്റ് ടൈറ്റിൽ കൊടുത്ത് ടെക്സ്റ്റ് കൊടുത്തു. ഇനി നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് റീഡയറക്ട് ചെയ്യേണ്ടത്? അത് നമ്മൾ റിവേഴ്സ് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഫോർ ലേസി ലോഡിംഗ്. ഓക്കെ, റിവേഴ്സിനകത്ത് നമ്മൾ post_detail എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റിനകത്തായിരിക്കും ലോഡ് ചെയ്യുന്നത്. അത് post_detail എന്ന് പറയുന്നത് ഇതാണ് പോസ്റ്റ്. ഈ പാത്തിലേക്കായിരിക്കും നമുക്ക് post_detail എന്ന് പറഞ്ഞ ടെംപ്ലേറ്റിനകത്തോട്ട് പോകുന്നത്. സോ അതിന്റെ നെയിം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കീവേഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി കീ ആണ്. ഓക്കെ, സോ പ്രൈമറി കീയിലേക്ക് ഏതാണോ പ്രൈമറി കീ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലിസ്റ്റ് കാണിക്കും. ഇനി ഇവിടെ $_str എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ടൈറ്റിൽ ആയിരിക്കും. ഇനി നമ്മൾ മോഡൽ ഇപ്പൊ നമ്മൾ അഡ്മിൻ പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ടൈറ്റിൽ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ക്ലാസ് പോസ്റ്റിന്റെ മോഡൽ എന്ന് പറയുന്നത്. അടുത്തൊരു ക്ലാസ് ഉണ്ട് കമന്റ്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കമന്റ്സ് ആഡ് ചെയ്യണം. അതായത് വേറെ യൂസേഴ്സ് വന്ന് ആ പോസ്റ്റിന് കമന്റ്സ് ആഡ് ചെയ്യണം. സോ ആ കമന്റിനുള്ള നമുക്ക് മോഡൽ ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഫസ്റ്റ് ആണ് നമുക്ക് പോസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ. സോ പോസ്റ്റ് വേരിയബിളിനകത്ത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫോറിൻ കീ ആണ്. ഈ ഫോറിൻ കീ എന്ന് പറയുന്നത് പോസ്റ്റ്. ഓക്കെ, ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലാസിന്റെ പോസ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ കമന്റ്സ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണോ കറസ്പോണ്ടിങ് ഉള്ള പബ്ലിഷ് ചെയ്ത ബ്ലോഗ് പോസ്റ്റ് അതാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, റിലേറ്റഡ് അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്നത് കമന്റ്സ് എന്നാണ്. പിന്നെ ഓത്തർ എന്ന് പറയുന്നത് നമ്മളുടെ ക്യാരക്ടർ ഫീൽഡ് ആണ്. അവിടെ നമ്മളെ മാക്സിമം ലെങ്ത് 200. ഓതറിന്റെ നെയിം ആണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളെ കമന്റ്സിന്റെ ടെക്സ്റ്റ് നമുക്ക് റിവ്യൂ കൊടുക്കാനോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാനോ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ഫീൽഡ് ആണ്. അതുപോലെ നമ്മൾ ക്രിയേറ്റഡ് ഡേറ്റ്, അതും നമ്മളിവിടെ ഡേ ടൈം ഫീൽഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡീഫോൾട്ട് ടൈം സോൺ ഡോട്ട് നൗ ആണ്. അടുത്ത നമുക്ക് വേണ്ടത് അപ്രൂവ്ഡ് കമന്റ്. അപ്രൂവ്ഡ് കമന്റ് ഇവിടെ ബൂളിയൻ ഫീൽഡിൽ ആദ്യം ഡീഫോൾട്ട് ഫാൾസ് ആയിരിക്കും. ഓക്കെ, സോ ഡീഫോൾട്ട് ഫാൾസ് ആയിരിക്കും അപ്രൂവ്ഡ് അണ്ടർസ്കോർ കമന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ അപ്രൂവ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതായത് യൂസർ ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്രൂവ്ഡ് കമന്റ് ട്രൂ ആക്കണം. സോ അപ്രൂവ്ഡ് കമന്റ് ട്രൂ ആക്കുമ്പോൾ മോഡലിൽ സേവ് ആവും. സോ അപ്രൂവ്ഡ് കമന്റ് ഇവിടെ ട്രൂ ആകുമ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഫിൽട്ടർ ചെയ്യും. ഓക്കെ, അപ്രൂവ്ഡ് അണ്ടർസ്കോർ കമന്റ് ഈക്വൽ ടു ട്രൂ. അപ്പൊ അതായത് അപ്രൂവ്ഡ് കമന്റ്സ് ട്രൂ ആണെങ്കിൽ ആ പോസ്റ്റിന്റെ താഴെ നമ്മുടെ കമന്റ്സ് ഒക്കെ കാണിക്കും. സോ ഇത്രയും കമന്റ്സ് എന്ന് പറയുന്നത് കണ്ടീഷൻ ട്രൂ ആണ്. സോ ഡീഫോൾട്ട് ഇവിടെ ഫാൾസ് ആയിരിക്കും. നമ്മൾ അപ്രൂവ് ചെയ്യുമ്പോൾ അപ്രൂവ്ഡ് അണ്ടർസ്കോർ കമന്റ് ഇവിടെ ട്രൂ ആക്കി കൊടുക്കണം. എന്നിട്ട് ആ മോഡലിലേക്ക് സേവ് ചെയ്യും. അതുപോലെ ഗെറ്റ് അബ്സല്യൂട്ട് URL എന്ന് പറയുന്നത് നമ്മൾ post_list ആണ്. അതായത് നമ്മളിവിടെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും നേരെ പോസ്റ്റ് ലിസ്റ്റിലേക്കായിരിക്കും വരേണ്ടത്. ഓക്കെ, ഇവിടെ പോസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് മതി. ഓക്കെ, അപ്പൊ ഇതാണ് മോഡൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബ്ലോഗ് പ്രോജക്റ്റിനകത്ത് ബ്ലോഗിന്റെ മോഡൽസിനകത്ത് 2 മോഡൽ ക്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.